ഹായ് ഹലോ. ഇന്നലത്തെ KKR-DC മത്സരം അലൻ അടിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ DC രണ്ണാക്കിട്ട് കൊടുത്തു. അമ്മാതിരി മത്സരമായിരുന്നു. അതിനൊത്ത സപ്പോർട്ട് ആര് ചെയ്തു? കാമറോൺ ഗ്രീൻ നിന്നു. ആദ്യം 2 വിക്കറ്റ് പോയി എങ്കിലും കാമറോൺ ഗ്രീനും അതേപോലെ തന്നെ പിന്നെ അതിന് നന്നായിട്ട് കളിച്ച് ആ കളി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. ഒരു ക്യാച്ച് അലൻ്റെ മിസ്സായി എങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അടി അത് അന്നത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പൂറായിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സ്ഥാനാണ്. ഹർഷദ് പട്ടേൽ ഭയങ്കര മോശം ക്യാപ്റ്റൻ സ്ഥാനമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരടി എന്താ സ്പിന്നർക്ക് കൊണ്ടുകൊണ്ടിരിക്കുകയെന്ന് കാണുമ്പോൾ തന്നെ പിന്നെ ഒരു സ്പിന്നർ അവിടെ കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക പൂർ ക്യാപ്റ്റൻസിയാണ്. ഒരു ഫേസർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും അടി പോലെയായിരുന്നു. കുറച്ചും കൂടി ഒരു ഓവറിലേക്ക് എന്ത് ചെയ്യുക കളി കൊണ്ടുപോകായിരുന്നു. കളി എന്തായാലും ജയിക്കുന്ന കാര്യം സംശയമായിരുന്നു. പക്ഷേ കളി ഒന്നും കൂടി കൊണ്ടുപോകായിരുന്നു ഹർഷദ് പട്ടേലിന്. പക്ഷേ ഹർഷദ് പട്ടേൽ പിന്നെ അവിടെ കൊടുന്ന് സ്പിന്നർ തന്നെ ഇടുന്നു. സ്പിന്നർ നല്ല അടി കിട്ടുന്നു. കളി പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാന്ന ലെവലിലേക്ക് എന്ത് ചെയ്തു ഇന്നലെ എത്തി. ഇല്ലാന്നുണ്ടെങ്കിൽ 14 ഓവർ എന്നുള്ളതൊരു 17 ഓവർ വരെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു ആ കളി. പക്ഷേ അതിനൊന്നുമില്ല. അപ്പോഴേക്ക് പിന്നാലെ എന്ത് ചെയ്തു സ്പിന്നർമാരെ കിട്ടിയപ്പോൾ അടിച്ച് പാത്താൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഓർമ്മ വന്നത് ശരിക്കും T20 ലോകകപ്പാണ്. അതിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് അടിച്ച അതേ അടി. അതിൽ അന്ന് ആ ദക്ഷിണാഫ്രിക്കൻ ടീമിൽ കളിച്ച 3 പേര് ഡൽഹിയിലുണ്ടായിരുന്നു. അതിലൊരാൾ ഡഗ്ഔട്ടിലാണെങ്കിൽ 2 ആൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. സോ അവർക്ക് വരെ ആ ഒരു ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ഡൽഹി നന്നായിട്ട് തന്നെ തുടങ്ങി. അതായത് 49 റൺസിന് വിക്കറ്റ് നഷ്ടമില്ലാതെ പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് രാഹുൽ വീണത്. രാഹുൽ വീണപ്പോൾ എന്തായി ക്വിക്കായിട്ട് 4 വിക്കറ്റാണ് നഷ്ടപ്പെട്ടു. അതിൽ നിസംഗ കുറച്ച് നേരം പിടിച്ച് നിന്നുവെങ്കിലും അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായാലും നിസംഗി പോന്നു, പെട്ടെന്ന് തന്നെ പോന്നു. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റംസും അടുത്ത ബോൾ പോകുന്നത് കൊണ്ട് തന്നെ കളി ഒന്നുകൂടി KKRന്റെ പരിധിയിലായി. പിന്നീട് വന്ന ഹർഷദ് പട്ടേലും അഷ്ഡോസ് ശർമ്മയും തമ്മിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ്. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹർഷദ് പട്ടേൽ ഒന്നും കൂടിയും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുമായിരുന്നു. കാരണം 22 ബോളിൽ നിന്ന് 11 റൺസൊക്കെ എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 റൺസ് അല്ലെങ്കിൽ 22 റൺസ് അത് നല്ല സ്കോറായിരുന്നു. കാരണം വിക്കറ്റ് 5 നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ആകെ ഒരു ബാറ്റ്സ്മാൻ മാത്രമേ ഇറങ്ങാനുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കളിക്കുക വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ തെറ്റ് പറയാൻ സാധിക്കില്ല. അഷ്ഡോസ് ശർമ്മ ലാസ്റ്റ് 2 ഓവർ 18ാമത്തെ ഓവർ 19ാമത്തെ ഓവർ 4 റൺ അടി അടിച്ചു. ആ അടി അടിച്ചുകൊണ്ടാണ് സ്കോർ ഈ ഒരു 142 എന്ന ലെവലിലേക്ക് എത്തിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതും എത്തൂലായിരുന്നു. പെട്ടെന്ന് തന്നെ ടീം ആളൗട്ടായിട്ട് എന്ത് ചെയ്തിരുന്നു ഒരു 100ന് താഴെ വന്നിരുന്നു. അങ്ങനെയായിരുന്നു പോക്ക്. അതിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ എടുത്ത് പറയണം. അനുകുൽ റോയ് നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. 31 റൺസിന് 2 വിക്കറ്റ്. ആ 2 വിക്കറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ വിക്കറ്റാണ്. അതായത് സ്റ്റെംസിൻ്റെയും നിസംഗയുടെയും വിക്കറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്പിന്നർമാർ ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സ്പിന്നർമാർ കളി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം നരിനും ചക്രവർത്തി നന്നായിട്ട് ബോൾ എറിയുന്നുണ്ട്. അത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നു. കാരണം സ്പിന്നർമാർ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ഹർഷദ് പട്ടേൽ സ്പിന്നർമാർക്ക് ബോളും കൊടുത്തിരിക്കുക. പക്ഷെ അതേ ഒരു പെർഫോമൻസ് എന്ത് ചെയ്തിട്ടില്ല ഡൽഹിയിൽ സ്പിന്നർമാർ നടത്തിയിട്ടില്ല. നല്ല അടി വാങ്ങി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ രഹാനെ പെട്ടെന്ന് തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. നല്ലൊരു 6 അടിച്ചു. പക്ഷേ എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ രഹാനെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി. അത് കഴിഞ്ഞ് അടുത്ത ബോൾ അനുകുൽ റോയും പോകുന്നു അടുത്ത ഓവർ തന്നെ. സോ അങ്ങനെ ഒരു ടൈറ്റിലേക്ക് വന്നു. എങ്കിലും അലനും ഗ്രീനും തമ്മിൽ നല്ലൊരു ഇന്നിങ്സ്, നല്ലൊരു പാർട്ട്ണർഷിപ്പ് പടുത്തു വരുത്തി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ് നല്ലത്. ക്വിക്കായിട്ട് തന്നെ, ലേറ്റ് ആയിട്ടല്ല ക്വിക്കായിട്ട് തന്നെയാണ് വിജയം അവർ കൊയ്തത്. സോ ഇതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും റൺ റേറ്റ്, അതായത് മൈനസ് ഉണ്ടാകുന്ന റൺ റേറ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറച്ച് താഴേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മൈനസ് .169 ആണ് ഇപ്പോൾ റൺ റേറ്റ്. 9 പോയിന്റും ഉണ്ട്. സോ 9 പോയിന്റിന് ഇനി 4 കളികൾ ബാക്കിയുണ്ട്. 4 കളിയിൽ 4 കളി ജയിക്കാൻ പറ്റി കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്ക് സിമ്പിളായിട്ട് അവർക്ക് കിടക്കാൻ സാധിക്കും. 17 പോയിന്റ് ആവും. സോ കൊൽക്കത്തയ്ക്ക് ഈ വിജയം തരുന്ന ആത്മവിശ്വാസം ചെറുതൊന്നായിരിക്കില്ല, കുറച്ച് വലുതായിരിക്കും. കാരണം പ്ലേ ഓഫിലേക്ക് ലാസ്റ്റ് കടത്തൊരു ടീം 6 കളി കളിച്ചിട്ട് 1 കളി വിജയിക്കാത്തൊരു ടീം ഈ ലെവലിലേക്ക് വന്ന് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ IPL അതിൻ്റെ ഏറ്റവും നല്ല ഘട്ടത്തിലേക്കാണ് പോയിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 10 ടീമിനും ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഇന്നലെ DC തോറ്റുവെങ്കിലും DCക്കും ഇനി പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ IPL എത്രമാത്രം ആവേശകരമാവുന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, ബൈ.